Hello friends, welcome to CS Tips and Tricks. I am Riji. ഞാൻ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ തേർഡ് ചാപ്റ്ററായും ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിൽ 10ാമത്തെ ചാപ്റ്ററുമായാണ് വരുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും മിനിമം ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ CS ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നത്തെ ഫങ്ഷൻസ് എന്ന വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഫസ്റ്റ് മോഡുലറൈസേഷൻ എന്ന ടോപ്പിക്കാണ്. അതിനുശേഷം ബിൽറ്റ് ഇൻ ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമായി എങ്ങനെയാണ് ഫങ്ഷൻസ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് എഴുതുക എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ടോപ്പിക്സും ഒരു എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം. ഇനി ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായ മോഡുലറൈസേഷനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഈസ് മോഡുലറൈസേഷൻ? ഇത് എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം എന്താണ് മോഡുലറൈസേഷൻ എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണയായി നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത് ഒരൊറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഒരു 4 നമ്പേഴ്സിൻ്റെ സമ്മ കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ എഴുതും. അതിനുശേഷം ആദ്യത്തെ 2 നമ്പേഴ്സ് എയും ബിയും ആഡ് ചെയ്യുന്നതിനുള്ള ഒരു കോഡ് എഴുതും. അതിനുശേഷം ബിയും സിയും ആഡ് ചെയ്യുന്നതിനുള്ള കോഡ് എഴുതും. ഏറ്റവും ലാസ്റ്റ് സിയും ഡിയും ആഡ് ചെയ്യുന്നതിനുള്ള കോഡ് എഴുതും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലറൈസേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതും. എല്ലാ പ്രോഗ്രാമിനും മെയിൻ ഫംഗ്ഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും മെയിൻ ഫംഗ്ഷൻ എഴുതും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയിട്ടുള്ള, അതായത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറേ കോഡുകളുണ്ട്. അങ്ങനെയുള്ള കോഡുകളെ നമ്മൾ ഒന്നാക്കി ഒരൊറ്റ യൂണിറ്റാക്കി നമ്മൾ എഴുതും. ഈ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പേര് കൊടുക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സം എന്ന് പറയുന്ന നെയിമാണ്. അപ്പോൾ ഈ സം എന്ന് പറയുന്നതാണ് ഫങ്ഷൻ. ഇനി ഈ സമ്മിനെ നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നും കോൾ ചെയ്യും. അതായത് ഏറ്റവും ആദ്യം നമുക്ക് എയും ബിയും തമ്മിലുള്ള സമ്മ് കാണണം. അപ്പോൾ നമ്മൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. അതിൻ്റെ ആർഗ്യുമെൻ്റായി, അതായത് അതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് എയും ബിയുമാണ്. ഇനി അടുത്തത് ബിയുടെയും സിയുടെയും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എഗെയിൻ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതിൽ ബിയും സിയും നമ്മൾ പാസ് ചെയ്യും. ഇനി അതുപോലെ സിയും ഡിയും സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് അതിലേക്ക് സിയും ഡിയും നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മെയിൻ പ്രോഗ്രാം ബാക്കിയുള്ള സബ് ഫംഗ്ഷനെ അല്ലെങ്കിൽ സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നിലധികം സബ് പ്രോഗ്രാം ഒരു പ്രോഗ്രാമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫങ്ഷൻസിനെ കോൾ ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മോഡുലറൈസേഷൻ. ഇനി എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താണ് മോഡുലറൈസേഷൻ്റെ ഡെഫിനിഷൻ? എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. അതായത് വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഫങ്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസായി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ദ സബ് പ്രോഗ്രാംസ് ആർ കോൾഡ് മോഡ്യൂൾസ് ഓർ ഫങ്ഷൻസ്. ആ ചെറിയ ഫങ്ഷൻസിന്, ചെറിയ പ്രോഗ്രാംസിന് പറയുന്നതാണ് മോഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. ഇനി എന്തൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്? ഫസ്റ്റ് വൺ, റെഡ്യൂസ് ദ പ്രോഗ്രാം സൈസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തത് ലെസ് ചാൻസ് ഓഫ് എറർ. അതായത് പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് സിൻടാക്സ് എറർ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് വളരെയധികം കുറയുന്നു. മൂന്നാമത്തത് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. അതായത് ഇവിടെ ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഫങ്ഷൻസായി ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ
നമുക്ക് ഈ വലിയ കോംപ്ലക്സിറ്റി അതിനെ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിങ്ങിൻ്റെ ആ വലിയ കോംപ്ലക്സിറ്റീനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇംപ്രൂവ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത് വീണ്ടും ഉപയോഗിക്കലാണ്. അതായത് ഒരിക്കലും ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറെ പല പ്രോഗ്രാംസിനും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റീയൂസബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 4 മെറിറ്റ്സ് ആണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിലുള്ളത്. അതായത് ഒന്നാമത്തത് റെഡ്യൂസ് ദ പ്രോഗ്രാം സൈസ്, രണ്ടാമത്തത് ലെസ് ചാൻസ് ഓഫ് എറർ, മൂന്നാമത്തത് റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, നാലാമത്തത് ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഇനി അടുത്തത് ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതായത് പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. അതായത് ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളായി ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. രണ്ടാമത്തത് സെക്കൻഡ് വൺ, ഈച്ച് സബ് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. അതായത് ഓരോ സബ് ഫംഗ്ഷനും നമുക്കറിയാം ഓരോ ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് ആണ്, സെപ്പറേറ്റ് ആണ്. സോ കെയർ ഷുഡ് ബി ഗിവൺ ഫോർ ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇത്രയുമാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഇതിൽ നിന്നും പ്രത്യേകം എടുത്തു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ഗീവ് 2 എക്സാമ്പിൾസ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ടോപ്പിക്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫങ്ഷൻസ് എന്താണെന്നുള്ളത് പഠിക്കാം. നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് നോൺ ആസ് ഫങ്ഷൻ. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് അതിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് ആസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടു സം എന്ന് പറയുന്നതാണ് ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നെയിം, അതായത് ആ ഫങ്ഷൻ്റെ പേര്. അത് ഒരു സ്പെസിഫിക് ടാസ്ക് എന്ന് പറയുന്നത് അഡീഷനാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫങ്ഷൻസ് 2 തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ, രണ്ടാമത്തത് യൂസർ ഡിഫൈൻ ഫങ്ഷൻ. ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹെഡർ ഫയലിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ IOStream ആണ്. അതായത് #include IOStream. അതിൽ IOStream എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. അങ്ങനെയുള്ള ഹെഡർ ഫയലുകളിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഓൾറെഡി യൂസ് ചെയ്താൽ മതി. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കതിനെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് അങ്ങനെയുള്ള ഫങ്ഷനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, സ്ട്രിംഗ് ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻസ്, സ്ട്രീം ഫങ്ഷൻസ് ആൻഡ് കൺസോൾ ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫങ്ഷൻസുകളെല്ലാം നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫങ്ഷനാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ. അതായത് ഒരു യൂസർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് തന്നെ ആ യൂസർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് എന്ത്, യൂസർ ഡിഫൈൻ ഫങ്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിലുള്ളത്. ഇനി എന്താണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ഏതൊക്കെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്? അപ്പോൾ ഇതാണ് ഇനി നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്. ആദ്യത്തെ ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കൺസോൾ ഫങ്ഷനാണ്. കൺസോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോൾ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും 2 ഫങ്ഷനാണുള്ളത്. ഒന്നാമത്തത് ഗെറ്റ് കെയർ, രണ്ടാമത്തത് പുട്ട് കെയർ. ഗെറ്റ് കെയർ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ char ch ഈക്വൽ ടു ഗെറ്റ് കെയർ. അപ്പോൾ ഗെറ്റ് കെയർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ ch എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത് പുട്ട് കെയർ. പുട്ട് കെയർ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ char ch ഈക്വൽ ടു b, അതായത് ch എന്ന് പറഞ്ഞ വേരിയബിളിൽ b എന്ന് പറയുന്ന ക്യാരക്ടറാണുള്ളത്. അപ്പോൾ പുട്ട് കെയർ ch എന്ന് പറഞ്ഞാൽ അത് b എന്ന് പറയുന്ന ആൽഫബറ്റിനെ പ്രിൻ്റ് ചെയ്യും.
അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം ഡയറക്റ്റായിട്ട്, അതായത് വേരിയബിൾ ഇല്ലാതെ തന്നെ നമുക്കൊരു ക്യാരക്ടറിനെ ഡയറക്റ്റായിട്ട് പുട്ട് ക്യാറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ നമുക്ക് പുട്ട് ക്യാറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുട്ട് ക്യാർ 97 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്റർ എനെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് കൺസോൾ ഫങ്ഷൻസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് എക്സ്പ്ലെയിൻ കൺസോൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് സ്ട്രീം ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി എന്താണ് സ്ട്രീം ഫങ്ഷൻസ്? നമുക്കിതുപോലെ തന്നെ ഇൻപുട്ട് ചെയ്യുന്നതിനും ഔട്ട്പുട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമുക്ക് സ്ട്രീം ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള സ്ട്രീം ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നാമത്തതാണ് ഗെറ്റ്. ഗെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്, അതിനെയോ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്യാരക്ടറിനെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് cin.get ch എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ch എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ്. ഇനി നമുക്കൊരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതുന്നത് cin.get str, 10 ആണ്. അതായത് 10 എന്ന് പറയുന്നത് ഈ str അറേയുടെ സൈസാണ്. അപ്പോൾ ഈ str എന്ന് പറയുന്നത് ഒരു അറേയാണ്, ക്യാരക്ടർ അറേയാണ്, അതിൻ്റെ സൈസാണ് 10. ഇനി ഈ str അറേയിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് കോപ്പി ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഗെറ്റ് ലൈൻ. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഗെറ്റാണ്. ഗെറ്റിൽ നമുക്കൊരു സിംഗിൾ ക്യാരക്ടറും പറ്റും, അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങും പറ്റും. ഗെറ്റ് ലൈനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺലി സ്ട്രിങ്ങിന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ cin.getLine str, len. len എന്ന് പറഞ്ഞാൽ അതായത് അത്രയും ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 25 ആണെങ്കിൽ 25 ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക സ്റ്റോപ്പ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഒരു ക്യാരക്ടറിനെ കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് str, len, ch എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇനി അടുത്തത് പുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. പുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെയോ ക്യാരക്ടർ വേരിയബിളിനെയോ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ cout.put ch, അതായത് ഇവിടെ ch എന്ന് പറയുന്ന വേരിയബിളിൽ c എന്ന് പറയുന്ന ക്യാരക്ടറാണുള്ളത്. അപ്പോൾ cout.put ch എന്ന് എഴുതിയാൽ അതിൻ്റെ ഔട്ട്പുട്ട് c ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ആൽഫബറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ കൊടുക്കാം. cout.put b എന്ന് കൊടുത്താൽ ഇത് bനെ ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ആസ്കി വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ് ഡിസ്പ്ലേ വരും. ഇനി റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ str എന്ന് പറഞ്ഞ സ്ട്രിങ് അറേയിൽ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണുള്ളത്. അപ്പോൾ cout.write str എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് ഈ 4 ഫങ്ഷൻസാണ് സ്ട്രീം ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ക്യാരക്ടർ ഫങ്ഷൻസ് ആണ്. ക്യാരക്ടർ ഫങ്ഷൻസ് നമുക്ക് വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ ആദ്യത്തേത് സപ്പർ എന്ന് പറഞ്ഞ ഫങ്ഷനാണ്. സപ്പർ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. സപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ അപ്പർ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ വാല്യൂ നമ്മൾ ശ്രദ്ധിക്കണം. 1 വരുന്നത് ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ 1 ആയിരിക്കും, 0 അല്ലെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഇൻഡ് സപ്പർ char c, അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ക്യാരക്ടർ നമ്മൾ ഇവിടെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് 1 or 0 ആണ്. അതാണ് ഇവിടെ ഇൻഡ് എന്ന് പറയുന്നത്. ഇനി സ്ലോവർ ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടർ ലോവർ കേസിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലോവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് സപ്പറിൻ്റെ പോലെ തന്നെയാണ്. ഇതിൻ്റെ റിട്ടേൺ വാല്യൂ 1 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ക്യാരക്ടർ ലോവർ കേസിലാണെങ്കിൽ റിട്ടേൺ വാല്യൂ 1 ആയിരിക്കും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. ഇനി അടുത്തത് സാൽഫ എന്ന് പറയുന്നത് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. അതായത് ഇവിടെ
അപ്പർ കേസിലാണെങ്കിലും, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്റർ ആണെങ്കിലും നമുക്ക് 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പർ കേസിലാണെങ്കിലും ലോവർ കേസിലാണെങ്കിലും വ്യത്യാസമില്ല, എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി അതല്ല, ഇപ്പോൾ ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി അടുത്തത് ഈസ് ഡിജിറ്റ്. ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ക്യാരക്ടർ ഡിജിറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഇനി ഈസ് ആൽ നം. ആൽ നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ് ആവാം, അല്ലെങ്കിൽ ന്യൂമറിക് വാല്യൂ ആയിരിക്കാം. അതായത് ഒരു നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് കൊടുക്കാം. ഇത് 2 കൊടുത്താലും ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ടു അപ്പർ എന്ന് പറയുന്നത് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ലോവർ കേസിലുള്ള ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററാക്കി കൺവെർട്ട് ചെയ്യുന്നതിനായിട്ടാണ് ടു അപ്പർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇതാണ്: ക്യാർ ടു അപ്പർ ക്യാർ സി. അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട ലെറ്റർ ഇവിടെ പാരാമീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്, അപ്പർ കേസിലുള്ള വാല്യൂ ആണ് അത് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ടു ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ ടു കൺവെർട്ട് ആൻ അപ്പർ കേസ് ക്യാരക്ടർ ടു ലോവർ കേസ്. അതായത് അപ്പർ കേസിലുള്ള ഒരു ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടു ലോവർ ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ തന്നെ ലോവർ കേസിലുള്ള ക്യാരക്ടറിനെയാണത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടർ ഫങ്ഷൻസ്. ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. ഇത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ എനി ടു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഇതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായി 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ABS, രണ്ടാമത് SQRT, മൂന്നാമത്തത് POW. ABS എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ n = -25 എന്ന് പറഞ്ഞൊരു നമ്പറാണുള്ളത്. സി ഔട്ട് ABS n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ്, ആ നമ്പറിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ എടുത്തു കളയും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഡിസ്പ്ലേ ആവും. അതായത് ഇവിടെ 25 ആണ് മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ ആ 25നെ മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് SQRT. നമുക്കറിയാം സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ n = 25, SQRT ഓഫ് n എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 5 ഡിസ്പ്ലേ ആവും. ഇനി അടുത്തത് POW. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്. അതായത് ഒരു നമ്പറിൻ്റെ പവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് POW ഉപയോഗിക്കുന്നത്. ഇതിൽ 2 നമ്പേഴ്സ് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x = 5, y = 4. POW x, y എന്ന് പറഞ്ഞാൽ, അതായത് POW എക്സിൻ്റെ സ്ഥാനത്ത് 5 വരും, വൈയുടെ സ്ഥാനത്ത് 4 വരും. അപ്പോൾ POW 5, 4 വരും. 5, 4 എന്ന് പറഞ്ഞാൽ അർത്ഥം 5⁴ എന്നാണ്. അതായത് 5 × 5 × 5 × 5. അതിൻ്റെ ഔട്ട്പുട്ട് 625 ആണ്. അപ്പോൾ POW x, y എന്ന് പറഞ്ഞാൽ അർത്ഥം x⁻y എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് സ്ട്രിംഗ് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നും എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ പ്രധാനമായും 5 സ്ട്രിംഗ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തേതാണ് strlen. str ലെങ്ത്, അതാണ് strlenൻ്റെ ഫുൾ ഫോം. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് strlen ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഇൻറ്റ് strlen ഓഫ് സ്ട്രിങ്. അതായത് നമ്മൾ കൊടുക്കേണ്ട സ്ട്രിങ്, ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട സ്ട്രിങ് ഇവിടെ സ്ട്രിങ്ങിൻ്റെ സ്ഥാനത്ത് വരും. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്, ആ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ char str = വെൽക്കം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ str എന്ന് പറഞ്ഞ അറയിൽ വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. ഇനി cout strlen ഓഫ് str എന്ന് പറഞ്ഞാൽ അർത്ഥം str എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണണം. അപ്പോൾ str എന്ന് പറഞ്ഞ അറയിൽ നമുക്ക് വെൽക്കം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണുള്ളത്. അപ്പോൾ വെൽക്കമിൽ 7 ക്യാരക്ടറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 7 ആണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തരും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് strlen ഓഫ് വെൽക്കം, അതായത് നമ്മുടെ ആ സ്ട്രിങ് ഡയറക്റ്റ് ഇൻപുട്ടായിട്ട് നൽകും. അപ്പോൾ ഇതിനെയാണ്
എന്നാലും നമുക്ക് ഔട്ട്പുട്ട് 7 തന്നെയാണ്. അതായത് ഒന്നുകിൽ നമുക്ക് രണ്ട് തരത്തിൽ നമ്മളോട് ചോദിക്കാം. ഒന്നുകിൽ നമുക്ക് അറേ ഉപയോഗിച്ചും ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്ട്രിങ് പാസ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തത് strcpy, അതായത് സ്ട്രിങ് കോപ്പി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടു കോപ്പി വൺ സ്ട്രിങ് ഇൻ ടു അനദർ, അതായത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് strcpy ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: strcpy string 1, string 2. അതായത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതിൻ്റെ ഓർഡറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ് 2-നെ സ്ട്രിങ് 1-ലേക്ക് കോപ്പി ചെയ്യുന്നു. അതായത് സ്ട്രിങ് 2-ലുള്ളത് എന്താണോ അതിനെ സ്ട്രിങ് 1-ലേക്ക് കോപ്പി ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. char s1 10, അതായത് s1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ അതിലൊന്നുമില്ല. s1 10 എലമെൻ്റ് അറേയാണ്. s2 of 10 ഈക്വൽ ടു വെൽക്കം, അതായത് s2 എന്ന് പറഞ്ഞ അറേയിൽ വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. strcpy s1, s2, അതായത് s2 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ s1-ലേക്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ നമ്മുടെ s1 സ്ട്രിങ്ങിലൊന്നുമില്ല, നള്ളാണ്. അപ്പോൾ അതുകൊണ്ട് s1-ലേക്ക് വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് കോപ്പിയാവും. cout s1, അപ്പോൾ ഇവിടെ s1-നെയാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ s1-ലുള്ളത് വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ഇനി s2-ലുള്ളതും വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് തന്നെയാണ് ഉള്ളത്. അടുത്തതാണ് strcat ഫംഗ്ഷൻ, അതായത് സ്ട്രിങ് കാറ്റിനേഷൻ. ടു അപ്പൻഡ് വൺ സ്ട്രിങ് ഇൻ ടു അനദർ സ്ട്രിങ്, അതായത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ് ആയിട്ട് അപ്പൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ strcat ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: strcat string 1, string 2. ഓർഡറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ് 2 അപ്പൻഡഡ് ടു സ്ട്രിങ് 1, അതായത് സ്ട്രിങ് 2 ജോയിൻ ചെയ്യുന്നു, സ്ട്രിങ് 1 ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. s1 10 ഈക്വൽ ടു വെൽക്കം, അതായത് s1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ വെൽക്കം ഉണ്ട്. s2 സ്ട്രിങ്ങിൽ 2C++ എന്ന സ്ട്രിങ് ഉണ്ട്. strcat s1, s2. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് s2-ലുള്ളത്, അതായത് 2C++ ആണ് s2-ലുള്ളത്, അത് വന്ന് s1-ൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ s1-ൽ വെൽക്കം ആണുള്ളത്. അപ്പോൾ s1 എന്ന് പറയുന്നത് വെൽക്കം ടു C++ എന്നുള്ള ഒരു സ്ട്രിങ് ആയി മാറും. അപ്പോൾ cout s1 വെൽക്കം ടു C++ ആണ്. ഇനി s2-ലുള്ളത് അത് അതുപോലെ തന്നെ ഇരിക്കും, അതായത് 2C++ എന്നുള്ളതിൽ അതിനൊരു മാറ്റം വരില്ല. പക്ഷെ മാറ്റം വരുന്നത് ഓൺലി s1-ലുള്ള സ്ട്രിങ്ങിന് മാത്രമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ cout s2 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യേണ്ടാവുക. അപ്പോൾ അതിൽ cout s2 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 2C++ എന്നാണ്. s1 ആകുമ്പോൾ മാത്രമാണ് വെൽക്കം ടു C++ വരുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് strcmp. strcmp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് strcmp ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ നമുക്ക് 0 റിട്ടേൺ ചെയ്യും. ഇനി ഫസ്റ്റ് സ്ട്രിങ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2 ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ക്യാരക്ടർ സെഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാൾ ആൽഫബറ്റിക്കലി ലോവറാണ്. അതായത് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങുകളെല്ലാം സെഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ആൽഫബറ്റിക്കലി ലോവർ ദാൻ, ആൽഫബറ്റിക്കലി ഹയർ ദാൻ, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കേസുകളാണ്. അതായത് ഒന്നും കൂടെ പറയാം, അത് എ എന്ന് പറയുന്നത് ബി സെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നതിനേക്കാൾ ലോവറാണ്. എ എന്ന് പറയുന്ന ക്യാരക്ടർ ബി എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാൾ ലോവറാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ക്യാരക്ടർ എ എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാൾ ഹയറാണ്. അപ്പോൾ അതാണ് ആൽഫബറ്റിക്കലി ലോവറും ആൽഫബറ്റിക്കലി ഹയറും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: strcmp string 1, string 2. അതായത് രണ്ട് സ്ട്രിങ്ങിനെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. s1 സ്ട്രിങ്ങിൽ ഭാസ്കർ എന്ന് പറഞ്ഞ s1 അറയിൽ ഭാസ്കർ എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. s2 അറയിൽ ദിവ്യ എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. ഇനി strcmp s1, s2, അതായത് ഇവിടെ ഭാസ്കർ, ദിവ്യയാണ്. അപ്പോൾ നമുക്കറിയാം ബി ഈസ് ലെസ് ദാൻ ഡി. അപ്പോൾ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ് എല്ലാം ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിനേക്കാൾ ലെസ് ദാൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് ആണ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ചെറുത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്
സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ചിലപ്പോൾ strcmp s2, s1 ആയിരിക്കാം. s2 എന്ന് പറയുന്നത് ദിവ്യ, ഭാസ്കർ. അപ്പോൾ ഫസ്റ്റത്തെ സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ വലുതാണ്, അതായത് സെക്കൻഡ് സ്ട്രിങ് ആണ് ഇവിടെ ചെറുത്. അപ്പോൾ ഫസ്റ്റത്തെ സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ വലുതായി കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ strcmp വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്. ഇനി അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഫംഗ്ഷനാണ് strcmp_i. i എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് കേസസ് എന്നാണ്. ഇഗ്നോറിങ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്റർ ആണെങ്കിലും അതിൽ ഒരു വ്യത്യാസവുമില്ല. അതായത് ഇതിൻ്റെ റിട്ടേൺ വാല്യൂസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഉണ്ട്. 0 ഇഫ് ദ സ്ട്രിങ്സ് ആർ സെയിം, നെഗറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2, അതായത് നേരത്തെ പറഞ്ഞ ആ സെയിം കേസുകൾ തന്നെയാണ്. ഇനി പോസിറ്റീവ് വാല്യൂ ആവുന്നത് സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2 ആകുമ്പോഴാണ്. strcmp_i സ്ട്രിങ് 1, സ്ട്രിങ് 2. ഇതിൽ ശ്രദ്ധിക്കണം, s1 സ്ട്രിങ്ങിൽ s1 അറയിൽ സനിൽ ക്യാപിറ്റൽ ലെറ്ററിലുള്ള സനിലാണുള്ളത്, s2 അറയിൽ സ്മോൾ ലെറ്ററിലുള്ള സനിലാണുള്ളത്. strcmp_i s1, s2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇവിടെ 2 സ്ട്രിങ്ങുകളും ഈക്വലാണ്. ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രിങ് ഫങ്ഷൻസ്. ഇനി സ്ട്രിങ് ഫങ്ഷൻസിൽ നിന്നും കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. s1 അറയിൽ പ്രോഗ്രാം സ്മോൾ ലെറ്ററിലുള്ള പ്രോഗ്രാമാണുള്ളത്. s2 ക്യാരക്ടർ അറയിൽ ക്യാപിറ്റൽ ലെറ്ററിലുള്ള പ്രോഗ്രാമാണുള്ളത്. ഇനി ഇന്ത്യൻ n = strcmp_i s1, s2. ഇവിടെ strcmp_i ആണുള്ളത്, അതായത് ഇഗ്നോറിങ് കേസസ് ആണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ 2 പ്രോഗ്രാം സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിലും നമുക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? n = 0. അതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ strlen ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ n = strlen ഹലോ സ്പേസ് ഹായ്, അതായത് ഹലോ ഹായ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ 2 വേർഡ്സിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് സ്പേസും കൂടെ നമ്മളൊരു ക്യാരക്ടറായിട്ട് എണ്ണണം. അതായത് ഹലോ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ക്യാരക്ടറുണ്ട്. ദെൻ വൈറ്റ് സ്പേസ് 6 ക്യാരക്ടർ, 7, 8 ഹായ്ക്ക് 2 ക്യാരക്ടർ. അപ്പോൾ ടോട്ടലി 8 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 8 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ് വരുമ്പോൾ വൈറ്റ് സ്പേസും ഉണ്ടെങ്കിൽ ആ വൈറ്റ് സ്പേസും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. ഇനി അടുത്തത് strcpy ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്. അതായത് s1 ക്യാരക്ടർ അറയിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണുള്ളത്. s2 അറയിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആണുള്ളത്. ഇനി strcpy s1, s2. അപ്പോൾ നമുക്കറിയാം കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. അതായത് s2 സ്ട്രിങ്ങിനെ, അതായത് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് cout s2 ആണ് ചോദിച്ചിരിക്കുന്നത്. s1 ആയിരുന്നെങ്കിൽ നമുക്ക് എഴുതാം ആപ്ലിക്കേഷൻസ് ആണ്. ഇനി s2വിൽ എന്താണ് ഉണ്ടാവുന്നത്? അതായത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ s2 അറയിലുള്ളതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ s2 അറയിലുള്ളത് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സ്ട്രിങ് തന്നെയാണ്. s1ലാണ് മാറ്റം വരുന്നത്. s1ൽ കമ്പ്യൂട്ടർ മാറി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആയിട്ട് വരും. അപ്പോൾ s1 അറയിലെ ആപ്ലിക്കേഷൻസും s2 അറയിലെ ആപ്ലിക്കേഷൻസുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി വേറൊരു ടൈപ്പ് മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് നമുക്ക് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. strcpy strcmp strlen അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫംഗ്ഷനും എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് strcpy നമുക്കറിയാം ടു കോപ്പി എ സ്ട്രിങ്. strcmp നമുക്കറിയാം ടു ചെക്ക് വെദർ 2 strings ആർ സെയിം ഓർ നോട്ട്. strlen ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. അപ്പോൾ ഇതാണ് മാച്ച് ദ ഫോളോയിങ്. ഇനി
അപ്പോൾ അത്രയും ഫങ്ഷൻസാണ് നമുക്ക് സ്ട്രിംഗ് ഫങ്ഷൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്ക്, അതായത് കൺവെർഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനും, ഇത് രണ്ടും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് മാത്രം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് ഇല്ല പഠിക്കുന്നതിനായിട്ട്. അപ്പോൾ കൺവെർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൺവെർഷൻ ഫംഗ്ഷനാണുള്ളത്. ITOA, അതായത് ടു കൺവേർട്ട് ആൻ ഇൻറ്റീജർ വാല്യൂ ഇൻ ടു സ്ട്രിംഗ് ടൈപ്പ്, അതായത് ഒരു ഇൻറ്റീജർ വാല്യൂവിനെ സ്ട്രിംഗ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ITOA ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കൺവെർഷൻ ഫംഗ്ഷൻ ATOI, അതായത് ഒരു സ്ട്രിംഗ് വാല്യൂവിനെ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ സബ്സിക്വൻറ്റ് സ്ട്രിംഗ്, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതിന്, അതിന് എത്രത്തോളം ക്യാരക്ടേഴ്സ് അത്യാവശ്യമായിട്ടുണ്ട് എന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡർ ഫയൽസ്, അതായത് ഓരോ ഫംഗ്ഷൻസിൻ്റെയും ഹെഡർ ഫയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ കൺസോൾ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടു, അതിന് CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് ആവശ്യം. സ്ട്രീം ഫംഗ്ഷൻ, അതിന് IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ് ആവശ്യമുള്ളത്. ഇനി സ്ട്രിംഗ് ഫംഗ്ഷൻ, അതിന് CString എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണുള്ളത്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് CMath എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ് അത്യാവശ്യം. ക്യാരക്ടർ ഫങ്ഷൻസ് C ടൈപ്പ് എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ് ആവശ്യം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഡയറക്റ്റ് ഫങ്ഷൻസ്, അതായത് കൺസോൾ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നോക്കൂ, ഈ സ്ട്രിംഗ് ഫങ്ഷൻസിൽ വരുന്നതാണ് strcpy. അപ്പോൾ strcpy എന്ന ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയലാണ് ആവശ്യമായിട്ട് വരുന്നത്, അങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻസ് വരാം. അതായത് അതുപോലെ SQRT എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ അത് ഏത് ഹെഡർ ഫയൽ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷനും അതിൻ്റെ ഉള്ളിൽ വരുന്ന എത്രയ്ക്ക് ഫങ്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഫങ്ഷന് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയലുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഓരോ ഫംഗ്ഷനെയും എടുത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, -25നെ 25 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എഴുതണം. -25നെ 25 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ ABS എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? അപ്പോൾ ABS ആണ്. ഇനി കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ, അതായത് ഒരെണ്ണം സ്മോൾ ലെറ്ററിലുള്ളതും ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്ററിലുള്ളതും. ഇഗ്നോറിങ് കേസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം strcmpI എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടു ചെക്ക് ദ ഗീവൺ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്, അതായത് ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാണ്? അതിന് ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ്. ഇനി അടുത്തത്, ടു കൺവേർട്ട് ദ ക്യാരക്ടർ B ടു സ്മോൾ b, അതായത് B-നെ സ്മോൾ b ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാണ്? അതിൻ്റെ ആൻസർ ടു ലോവർ എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഇനി അതുപോലെ തന്നെ ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് 64 ഓഫ് എ നമ്പർ, അതായത് ഈ 64 നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ഏതാണ്? SQRT എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതുപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ ഡയറക്റ്റായിട്ട്, അതായത് ഓരോ ഫംഗ്ഷൻ്റെയും ഇൻഡെപ്തായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിൽ പഠിക്കുന്നത്. ഇനി അടുത്തതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ തന്നെ ഡിഫൈൻ ചെയ്ത്, അതായത് അയാൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അയാൾ തന്നെ എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു പോർഷനാണ്, പക്ഷേ ഏറ്റവും സിമ്പിളാക്കി ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എഴുതാനല്ല പഠിക്കുന്നത്, മറിച്ച് അതിൻ്റെ സിൻടാക്സും അതിൽ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്ന ടേംസുകളുമാണ് നമ്മളിതിൽ പഠിക്കുന്നത്.
അപ്പോൾ സാധാരണയായി നമ്മൾ എഴുതുന്നത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതും. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ കോൾ ചെയ്യുന്നത്, അതായത് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സം എന്ന് പറയുന്നതാണ് ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എഴുതുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്ന ഭാഗം, അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആ ഫംഗ്ഷനെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ രണ്ട് വേരിയബിൾസിനെ നമ്മളിവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. അതായത് A, B എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് വേരിയബിൾസിനെ ഇവിടെ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ എഴുതുന്നതിൽ ഇൻഡ് സം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇൻഡ് സം എന്ന് പറയുന്നത്, ഈ ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. റിട്ടേൺ സം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂവിന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതായത് സം എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ സം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. ആ ഇൻഡാണ് ഇവിടെ ഇൻഡ് സം എന്ന് പറഞ്ഞ ആ ഇൻഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ റിട്ടേൺ ടൈപ്പ്, അതായത് ആ ഫംഗ്ഷൻ എന്തിനാണോ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ സം എന്ന് പറയുന്നത് നമുക്കറിയാം ഫംഗ്ഷൻ്റെ നെയിമാണ്. ഇനിയുള്ളത് ബ്രാക്കറ്റിൽ ഇൻഡ് N1, ഇൻഡ് N2 എന്നാണ്. ഇതിനെ നമ്മൾ പറയുന്നത്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനെ നമ്മൾ പറയുന്നത് ആർഗ്യുമെൻ്റ് എന്നാണ്. അതായത് ഇവിടെ N1ഉം N2ഉം ആർഗ്യുമെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്ത സ്ഥലത്ത്, അതായത് A, B, എയും ബിയും ആർഗ്യുമെൻ്റ് തന്നെയാണ്. ഇനി ഈ ആർഗ്യുമെൻറ്റിനെ പറയുന്നത്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റിനെ പറയുന്നതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫോർമൽ ആർഗ്യുമെൻ്റ് എന്താണ്? അതായത് ദ ആർഗ്യുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആർ നോൺ ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്, അതായത് N1ഉം N2ഉം, ഇവിടെ നമ്മൾ കോൾ ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആർഗ്യുമെൻറ്റ്സ് എയും ബിയുമാണ്. ആ സെയിം പേര് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് N1, N2 എന്ന് പറഞ്ഞ വേറൊരു പേരിലാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആ N1ൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എഴുതണം, അത് ഇൻറ്റീജറാണ്. അതുപോലെ തന്നെ N2ൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ് അതും നമ്മൾ എഴുതണം. അപ്പോൾ ഇൻഡ് N1, ഇൻഡ് N2, അങ്ങനെയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കണ്ടു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യുന്നുണ്ട്. ആ ആർഗ്യുമെൻറ്റ്സിനെ പറയുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അതായത് ദ ആർഗ്യുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കോൾ ആർ നോൺ ആസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫംഗ്ഷനിൽ നിന്നും, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ടേംസുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്നും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് എന്നും പറയും, ആർഗ്യുമെൻറ്റ്സ് എന്നും പറയും. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമ്മൾ ചെയ്തത് ഹാഷ് ഇൻക്ലൂഡ്, അതിനുശേഷം യൂസിങ് നെയിം സ്പേസ് STD, ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാധാരണ എഴുതുമ്പോൾ അത് കറക്റ്റാണ്, നമുക്കൊരു എറർ മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല. ഇത് കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മെയിൻ ഫംഗ്ഷന് ശേഷം സം ഫംഗ്ഷൻ എഴുതാം. അതായത് മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുന്നു, അതിനുശേഷം സം ഫംഗ്ഷൻ വരുന്നു. അപ്പോൾ നമുക്കറിയാം സാധാരണയായി മെയിൻ ഫംഗ്ഷനാണ് ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ അത് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കാണും. അപ്പോൾ അത് ഇതുവരെ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എറർ മെസ്സേജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു വയ്ക്കും, നമ്മൾ സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മളിവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ആവശ്യമായിട്ട് വരുന്നത് മെയിൻ ഫങ്ഷന് ശേഷം ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ആവശ്യമായിട്ട് വരുന്നത്. മെയിൻ ഫങ്ഷന് മുകളിൽ ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് ഒരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്? അപ്പോൾ നമുക്കറിയാം ഇൻറ്റ് സമ്മ്, അതുപോലെ തന്നെ എങ്ങനെയാണോ ഫങ്ഷൻ ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വേരിയബിൾസ് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇവിടെ ഇൻറ്റ് n1 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ പക്ഷെ നമ്മൾ ഇൻറ്റ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ വേരിയബിൾസ് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ ആ വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇനി ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഫോർ ദ ഫോളോയിങ് ഫങ്ഷൻ. അപ്പോൾ ആ ഫങ്ഷൻ എങ്ങനെയാണ്? എ ഫങ്ഷൻ സം ടേക്സ് 2 ഇൻറ്റീജർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ഇൻറ്റീജർ വാല്യൂ. അതായത് സം എന്ന് പറഞ്ഞ ഫങ്ഷൻ അത് 2 ഇൻറ്റീജർ ആർഗ്യുമെൻറ്റ്സിന് എടുക്കുന്നുണ്ട്, അതിനുശേഷം അത് റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റീജർ വാല്യൂവിനെയാണ്. അപ്പോൾ നമുക്കിതിന് 3 ഭാഗങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഒരു ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത്തത് ഫങ്ഷൻ്റെ നെയിം എന്താണ്, അതായത് ഇവിടെ സമ്മാണ് ഫങ്ഷൻ്റെ നെയിം. രണ്ടാമത്തത് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, അത് രണ്ടും ഇൻറ്റീജർ ആർഗ്യുമെൻറ്റ്സ് ആണ്. മൂന്നാമത്തത് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, ആ ഫങ്ഷൻ എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊരു ഇൻറ്റീജർ വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു സിൻറ്റാക്സ് ഉണ്ട്, അതായത് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു സിൻറ്റാക്സ് ഉണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് റിട്ടേൺ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് എഴുതണം. അതായത് ഏറ്റവും ആദ്യം റിട്ടേൺ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ്, അതിനുശേഷം ഫങ്ഷൻ്റെ നെയിം, അതിനുശേഷം ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ റിട്ടേൺ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. അപ്പോൾ അതായത് ഇൻറ്റ് എഴുതി, അതിനുശേഷം ഫങ്ഷൻ്റെ പേര്, നെയിം സമ്മാണ്. ഇനി ആർഗ്യുമെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ആർഗ്യുമെൻ്റാണ്, രണ്ടും ഇൻറ്റീജറാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് എഴുതിയാൽ മതി. രണ്ടും ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻറ്റ് കോമ ഇൻറ്റ്. ഇവിടെ നമുക്ക് വേരിയബിൾസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ്. ഇനി അടുത്തൊരു ഫങ്ഷൻ, എ ഫങ്ഷൻ പ്രിൻറ്റ് ഹാസ് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. അപ്പോൾ ഇവിടെ ഫങ്ഷൻ്റെ പേര് പ്രിൻ്റ് എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അതായത് നോ ആർഗ്യുമെൻറ്റ്സ് ആണ്. മൂന്നാമത്തത് അതിന് നോ റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ റിട്ടേൺ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഒന്ന് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡാണ് ഡാറ്റ ടൈപ്പായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ വോയിഡ് എഴുതി, അതിനുശേഷം ഫങ്ഷൻ്റെ പേര് പ്രിൻ്റ് എന്നാണ്. ഇനി മൂന്നാമത്തത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ വെറുതെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്. അപ്പോൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫങ്ഷൻ ഈസ്, അതായത് ഒരു ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ദ ഫോളോയിങ് ഫങ്ഷൻ കോൾസ് ആർ ഇൻവാലിഡ്, അതായത് ഇങ്ങനെയൊക്കെ ഈ ഒരു ഫങ്ഷനെ കോൾ ചെയ്താൽ ഇതൊക്കെ ഇൻവാലിഡാണ്. അതിൻ്റെ റീസൺ നമ്മൾ പറയണം. അപ്പോൾ ആ ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ഇൻറ്റ് ഫൺ ഇൻറ്റ് കോമ ഇൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തത് ഈ ഇൻറ്റ് എന്ന് പറയുന്നത് ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്. ഇനി ഫൺ എന്ന് പറയുന്നത് ആ ഫങ്ഷൻ്റെ പേരാണ്. ഇനി ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 2 ആർഗ്യുമെൻ്റ് ആണുള്ളത്, രണ്ടും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ്. ഇനി ആദ്യത്തെ ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫങ്ഷൻ കോൾ ഫൺ ഹലോ കോമ 4. നമുക്കറിയാം ഈ ഹലോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്.
പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ ആവശ്യം ഇൻറ്റീജർ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ കോൾ ഇൻവാലിഡ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ കോളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്ട്രിംഗ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ കോൾ ഇൻവാലിഡ് ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ കോൾ ഫൺ നൾ, അതായത് ആ ഫംഗ്ഷൻ ഒരു ആർഗ്യുമെൻറ്റിനും പാസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഫംഗ്ഷനിൽ നമുക്ക് 2 ആർഗ്യുമെൻറ്റിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ കോൾ ഇൻവാലിഡ് ആണ്. ഇനി അടുത്തത് ഫൺ 2,5, 3,3, അതായത് 2,5, 3,3. അതായത് ഇവിടെ 2 പോയിൻ്റുള്ള വാല്യൂസിനെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 2 ഇൻറ്റീജർ വാല്യൂസിനെയാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കോൾ ഇൻവാലിഡ് ആണ്. ഇനി അടുത്തത് സി ഇൻ ഫൺ എ, ബി. അതായത് ഇവിടെ സി ഇന്നിലാണ്, അതായത് സി എന്ന് പറഞ്ഞ് ഇൻപുട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഒരിക്കലും സീൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഇൻവാലിഡ് ആണ്. ഇനി അടുത്തത് ഫൺ 3. ഫൺ 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരേ ഒരു ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ 2 ആർഗ്യുമെൻറ്റിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫൺ 3 എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള കോളാണ്, ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്, പിന്നെ അത് വെച്ചിട്ടുള്ള ഒരു കോഡും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എഴുതിയിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇനി ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലൈസ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ ഈ ആർഗ്യുമെൻറ്റ്സിന് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അതിനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ, void sum int a int b equal to 10 int c equal to 20. അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. അപ്പോൾ എ ബി സി എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇവിടെ ബിക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ബി ഈക്വൽ ടു 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. സി ഈക്വൽ ടു 20 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനി ഈ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനെ നമുക്ക് പരിചയപ്പെടാം. കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻ C++. അതായത് വോയിഡ് സം, ഒന്നും ചെയ്യുന്നില്ല, എ ബി സി എന്ന് പറഞ്ഞ 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, 3 ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇൻറ്റ് സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, സി ഔട്ട് സം. അതായത് എ പ്ലസ് ബി പ്ലസ് സി മൂന്നിനും ആഡ് ചെയ്യുന്നു. അതിനുശേഷം സമ്മിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ അബവ് കോഡ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ കോൾ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഫംഗ്ഷൻ കോൾ സം 7,2,3. അപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നു. ഇതിൽ 3 ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യുന്നുണ്ട്, 7, 2,3. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ്, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ആദ്യത്തേത് എ ആണ്. അപ്പോൾ എക്ക് 7 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും, അസൈൻ ചെയ്യും. ഇനി ബിക്ക് ഇവിടെ 10 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ കോൾ ചെയ്യുമ്പോൾ 2 എന്ന് പറഞ്ഞ വാല്യൂവിനെ വെച്ചാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ 2 ആയിട്ട് മാറും. അതുപോലെ സിക്ക് ഇവിടെ ഓൾറെഡി 20 ഉണ്ട്, പക്ഷേ 20 അല്ല ഇവിടെ ഉള്ളത്, 3 വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ 3 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എ ഈക്വൽ ടു 7 ആവും, ബി ഈക്വൽ ടു 2 ആണ്, സി ഈക്വൽ ടു 3. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ 7 പ്ലസ് 2 പ്ലസ് 3 ഈക്വൽ ടു സം ഈക്വൽ ടു 12 ആണ്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ കോളിൽ സം 2,3. ഇവിടെ നമുക്ക് 2 ആർഗ്യുമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം എക്ക് 2 അസൈൻ ചെയ്യും, ബിക്ക് 3 അസൈൻ ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ, അതായത് സിക്കുള്ള വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ സിക്ക് വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ സിയുടെ ഓൾറെഡി ഉള്ള ഡിഫോൾട്ട് വാല്യൂ, അതായത് 20 എടുക്കും, സിക്ക് 20 എടുക്കും. ബിക്ക് പക്ഷെ നമ്മളിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ബിയുടെ വാല്യൂ 3 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എ ഈക്വൽ ടു 2 വരും, ബി ഈക്വൽ ടു 3 വരും, സിക്ക് 20 തന്നെ വരും. എന്താ കാരണം എന്തെങ്കിൽ ഇവിടെ നിന്ന് മൂന്നാമത്തെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ദെൻ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ സമ്മിൻ്റെ വാല്യൂ 25 ആയിരിക്കും.
ഇനി മൂന്നാമത്തെ കേസ് സമ്മ് 3. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആകെ കൂടി ഒരേ ഒരു വാല്യൂ മാത്രമാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 3 ആയിരിക്കും. ബിക്കും സിക്കും ഇവിടെ നിന്ന് നമ്മൾ വാല്യൂവിനെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ബിയുടെ വാല്യൂ 10 ആയിരിക്കും. സിയുടെ വാല്യൂ ഇവിടെ 20 ആയിട്ട് എടുക്കും. അപ്പോൾ എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്, സിയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ സം ഈക്വൽ ടു 33. അപ്പോൾ ഇതാണ് ഓരോ കോളിൻ്റെയും ഓരോ ഫങ്ഷൻ കോളിൻ്റെയും ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. അതായത് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോൾ ബൈ വാല്യൂ, എന്താണ് കോൾ ബൈ റെഫറൻസ്? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഫങ്ഷൻ ടു ഇൻ്റർചേഞ്ച് ദ വാല്യൂ ഓഫ് 2 വേരിയബിൾസ് യൂസിങ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അതായത് രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂവിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണ് കോൾ ബൈ വാല്യൂ? ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വോയിഡ് മെയിൻ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 20 വൈ ഈക്വൽ ടു 30. അതായത് എക്സിൻ്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 30 ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 30 ആക്കാനും വൈയുടെ വാല്യൂ 20 ആക്കാനും വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാപ്പ് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. സാപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് വോയിഡ് ചേഞ്ച്, ഇവിടെ ചേഞ്ച് അല്ല വേണ്ടത്, സാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് വേണ്ടത്. ഫംഗ്ഷൻ്റെ നെയിം സാപ്പാണ് വേണ്ടത്. ഇൻറ്റ് എം കോമ ഇൻറ്റ് എൻ. അപ്പോൾ എമ്മും എന്നും രണ്ട് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ എമ്മിന് എക്സിൻ്റെ വാല്യൂ കിട്ടും 20 കിട്ടും, എന്നിന് 30 കിട്ടും. അങ്ങനെ ഈ രണ്ട് വേരിയബിൾസ് ചേഞ്ച് ചെയ്യാനുള്ള കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, വൈയുടെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ആദ്യം നമുക്ക് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 20 വൈ ഈക്വൽ ടു 30 ആണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ സാപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ എമ്മിന് എത്ര കിട്ടും? 20 കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും, എന്നിന് 30 കിട്ടും. ഇവിടെ ഇനി എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ എമ്മിന് 30 കിട്ടും, എന്നിന് 20 കിട്ടും. പക്ഷേ മെയിൻ ഫംഗ്ഷനിൽ ആ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യില്ല. റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൻ്റെ വാല്യൂ ഇപ്പോഴും ഇവിടെ 20ഉം വൈയുടെ വാല്യൂ 30ഉമാണ്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് എക്സിൻ്റെ വാല്യൂ 30ഉം വൈയുടെ വാല്യൂ 20ഉം എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ എമ്മിനും എന്നിനും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി, അത് രണ്ടും ഇൻ്റർചേഞ്ച് ആവാണ് ചെയ്തത്. അത് പക്ഷെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ അത് കാണുന്നില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 30. അപ്പോൾ ഇതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ കോൾ ബൈ വാല്യൂ സംഭവിച്ചത് ഇത്രയാണ്. എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് കോപ്പി ചെയ്തു, എമ്മും എന്നും മാത്രമാണ് മാറിയത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എക്സും വൈയും സാധാ പണ്ടത്തെ വാല്യൂ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സാപ്പ് എക്സ് കോമ വൈ, ഇവിടെ ചേഞ്ച് അല്ല, സാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് വേണ്ടത്. ഇവിടെ വ്യത്യാസമുള്ളത് ഇൻറ്റ് ആംപ്രസാൻഡ് എം ഇൻറ്റ് ആംപ്രസാൻഡ് എൻ. കണ്ടോ, ഇവിടെ ആംപ്രസാൻഡ് എന്ന് പറഞ്ഞൊരു സിമ്പിളും കൂടെ നമ്മൾ ഓരോ വേരിയബിളിനും ഇട്ടിട്ടുണ്ട്. ഇതിനാണ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് എം എന്ന് പറയുന്നത് ഇവിടെ ഒരു റെഫറൻസ് വേരിയബിളാണ്, എൻ എന്ന് പറയുന്നത് വേറൊരു റെഫറൻസ് വേരിയബിളാണ്. ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം എക്സ് ഈക്വൽ ടു 20ഉം വൈ ഈക്വൽ ടു 30ഉം തന്നെയാണ്. അതിനുശേഷം നമ്മൾ സാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എമ്മും എന്നുണ്ട്. ഈ എമ്മും എന്നും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എമ്മിനും എന്നും ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് എമ്മിനും എന്നിനും വേറൊരു സെപ്പറേറ്റ് ലൊക്കേഷനില്ല. എമ്മും എന്നും ഈ എക്സിനും വൈനും പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ നമുക്കറിയാം എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഇൻ്റർചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 30ഉം വൈ ഈക്വൽ ടു 20 ആവും. അപ്പോൾ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആകുമ്പോൾ
എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇൻ്റർചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ചേഞ്ച് വരുത്തിയപ്പോൾ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിലും ചേഞ്ച് വന്നു. അതായത് മെയിൻ ഫംഗ്ഷനിലും ആ ചേഞ്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കോൾ ബൈ വാല്യൂവിൽ അത് സംഭവിച്ചില്ല. അതായത് ഇവിടെ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ചേഞ്ച് വന്നപ്പോൾ അത് മെയിൻ ഫംഗ്ഷനിൽ അതിൻ്റെ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതണം. ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ ചേഞ്ച് വന്നാൽ ദാറ്റ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. കോൾ ബൈ വാല്യൂവിൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ ആ ചേഞ്ച്, അതായത് ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഇനി കോൾ ബൈ വാല്യൂവിലെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടു എക്സിൻ്റെയും വൈൻ്റെയും മെമ്മറി ലൊക്കേഷൻ അല്ല എമ്മിനും എന്നിനും ഉള്ളത്. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ സെയിം മെമ്മറി ലൊക്കേഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടു എമ്മും എന്നും എക്സിൻ്റെയും വൈയുടെയും ആ ലൊക്കേഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും സെയിം മെമ്മറി ലൊക്കേഷനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും സെയിം മെമ്മറി ലൊക്കേഷനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു സാപ്പിൻ്റെ ആ ഫംഗ്ഷനിൽ ഇൻറ്റ് എം കോമ എൻ. അപ്പോൾ എമ്മും എൻ എന്ന് പറയുന്നത് ഓർഡിനറി വേരിയബിൾസ് ആണ്, അതായത് സാധാരണ വേരിയബിൾസ് ആണ്. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ റെഫറൻസ് വേരിയബിൾസ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആയി യൂസ് ചെയ്യുന്നത്. അതായത് സാപ്പ് ഇൻറ്റ് ആംപ്രസാൻഡ് എം കോമ ഇൻറ്റ് ആംപ്രസാൻഡ് എൻ എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ആംപ്രസാൻഡ് എം അല്ലെങ്കിൽ ആംപ്രസാൻഡ് എന്നിനെയാണ് നമ്മളിവിടെ റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾ ഓർ എക്സ്പ്രഷൻസ്. അതായത് നമ്മൾ മെയിനിൽ നിന്നും കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചില എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ചില വേരിയബിൾസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ 2+3 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കോൾ ബൈ വാല്യൂവിൽ യൂസ് ചെയ്യാം. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ നമുക്ക് ഓൺലി വേരിയബിൾസിന് മാത്രമാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും, ഈ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അതിന് എഴുതണം. അതിന് പറ്റുമെങ്കിൽ ആ എക്സാമ്പിളും കൂടെ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, അടുത്തൊരു ടോപ്പിക്കാണ് ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ. എന്താണ് ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ? അതിനൊരു എക്സാമ്പിൾ കൊടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ലോക്കൽ വേരിയബിൾ എന്നുള്ളത് കാണാം. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 5. ഇതിനാണ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്, ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മെയിൻ ഫംഗ്ഷനെ സംബന്ധിച്ചോളം അത് ലോക്കൽ വേരിയബിളാണ്. അതായത് ഈ ഒരു ഫംഗ്ഷനിൽ മാത്രമാണ് എക്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വേറൊരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ 1. ഫംഗ്ഷൻ 1ൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു വേരിയബിളാണ് ഇൻറ്റ് വൈ ഈക്വൽ ടു 5. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ 1ൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേരിയബിളാണ്. ഇനി നോക്കൂ, ഈ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ വൈനെ കോൾ ചെയ്തിട്ടുണ്ട്, സി ഔട്ട് വൈ ഈക്വൽ ടു വൈ. പക്ഷേ വൈ കിടക്കുന്നത് ഫംഗ്ഷൻ 1ലാണ്. അപ്പോൾ ഫംഗ്ഷൻ 1ൽ മാത്രമാണ് നമുക്ക് വൈ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻവാലിഡ് കോളാണ്. അപ്പോൾ വൈ മെയിൻ ഫംഗ്ഷനെ ഈ വൈ എന്ന് പറഞ്ഞ വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, സി ഔട്ട് എക്സ് ഈക്വൽ ടു എക്സ്. പക്ഷേ ഈ എക്സ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനിൽ മാത്രമുള്ള ഒരു വേരിയബിളാണ്. ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ നമുക്ക് ഈ ഫംഗ്ഷൻ 1ൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതും ഒരു ഇൻവാലിഡ് കോളാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിളാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനിൽ മാത്രമാണ് ആ വേരിയബിളിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഫംഗ്ഷന് മാത്രമാണ് ആ വേരിയബിളിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ഗ്ലോബൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതെല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇൻറ്റ് സി ബി ഈക്വൽ ടു 10. അപ്പോൾ ഈ ഫംഗ്ഷൻ 1ൻ്റെയും മെയിൻ ഫംഗ്ഷൻ്റെ ഒക്കെ മുകളിലാണ് നമ്മൾ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ്, മുകളിലാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സി ബി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് ഏത് ഫംഗ്ഷനിലും, ഈ സി ബി എന്ന് പറഞ്ഞ വേരിയബിളിനെ ഏത് ഫംഗ്ഷനിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഫംഗ്ഷൻ 1 സി ബിനെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അത് വാലിഡ് ആണ്, അതായത് അത് കറക്റ്റാണ്. അത് ഇപ്പോൾ നമുക്ക് സി ബിയുടെ വാല്യൂവിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷനും ഈ സി ബിയുടെ വാല്യൂവിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റായിട്ടുള്ള കോളാണ്, വാലിഡ് കോളാണ്. അപ്പോൾ ഇതാണ് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. അതായത് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഫംഗ്ഷനിൽ മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഒരു ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ആ വേരിയബിളിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ലോക്കൽ വേരിയബിൾ, എ വേരിയബിൾ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഫംഗ്ഷൻ 1ൽ മാത്രമാണുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ 1നെ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് വൈ എന്ന് പറഞ്ഞ വേരിയബിളിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫംഗ്ഷൻ 1 എക്സിക്യൂഷൻ കഴിഞ്ഞാൽ, അവസാനിച്ചാൽ വൈ വേരിയബിളിന് ഫ്രീ ആക്കും, അതായത് ആ മെമ്മറി സ്പേസ് ഫ്രീ ആക്കും. അതാണ് ഇവിടെ ഈ മൂന്നാമത്തെ പോയിന്റിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ഗ്ലോബൽ വേരിയബിൾ, എ വേരിയബിൾ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ അതർ ഫംഗ്ഷൻസ് അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ് എക്സിക്യൂഷൻ. ഇവിടെ കണ്ടോ, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഗ്ലോബൽ വേരിയബിളിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്കൽ വേരിയബിൾ ആകുമ്പോൾ അവിടെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വേരിയബിളിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ആ മെമ്മറി ഫ്രീ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് ഇതുപോലെ തന്നെയാണ് ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിൻ്റെയും ലോക്കൽ വേരിയബിളിൻ്റെയും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെയാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വോയിഡ് ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ 2. ഇത് കണ്ടോ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ 2 എന്ന് പറയുന്നത് ഫംഗ്ഷൻ 1ന് ലോക്കലായിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ 1ന് മാത്രമാണ് ഫംഗ്ഷൻ 2നെ കോൾ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. ഇനി ഫംഗ്ഷൻ 2 നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ 1, മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് ഫംഗ്ഷൻ 1നെ കോൾ ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫംഗ്ഷനാണ്. അതായത് അത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ് അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ 1 ഗ്ലോബൽ ഫംഗ്ഷനാണ്. പക്ഷേ ഫംഗ്ഷൻ 2 എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഫംഗ്ഷനാണ്. അത് ഫംഗ്ഷൻ 1ന് മാത്രമാണ് ഫംഗ്ഷൻ 2നെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ 2നെ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള കോളാണ്.
അപ്പോൾ ഇതാണ് ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആഫ്റ്റർ ദ കോളിംഗ് ഫംഗ്ഷൻ. ഇനി ഗ്ലോബൽ ഫംഗ്ഷൻ എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ അതർ ഫംഗ്ഷൻ അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻ ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ ഗ്ലോബൽ ഫംഗ്ഷനെ ഏത് പ്രോഗ്രാമിന് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് റിക്കേർഷൻ. ഈ റിക്കേർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഈ ഒരു ടോപ്പിക്കില്ല. റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് കോളിംഗ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷനെ തന്നെ ആ ഫംഗ്ഷൻ തന്നെ വീണ്ടും കോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൊണ്ടോ വോയിഡ് കൺവേർട്ട് ഇൻറ്റു എൻ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 1 കൺവേർട്ട് n/2. അതായത് ഈ കൺവേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വീണ്ടും കൺവേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നു, അതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ഇഫ് ദ ഫംഗ്ഷൻ കോൾഡ് ആസ് കൺവേർട്ട് 7. അതായത് 7 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? വോയിഡ് കൺവേർട്ട് ഇൻറ്റു n, അതായത് എന്നിൻ്റെ സ്ഥാനത്ത് 7 വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു സ്ക്വയർ വരച്ചിട്ട് എഴുതണം കൺവേർട്ട് 7, അതായത് ആദ്യത്തെ ഫംഗ്ഷൻ എഴുതി. ഇനി നമ്മൾ അതിൻ്റെ കോഡ് ഇങ്ങനെ എഴുതണം, അതായത് ഇഫ് 7 ഗ്രേറ്റർ ദാൻ 1, അതായത് എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 7 കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 7 ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും എന്നിൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തത്. 7 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർട്ട് n/2, അതായത് 7/2. 7/2 നമുക്കറിയാം 3 ആണ്. അപ്പോൾ അതുകൊണ്ട് കൺവേർട്ട് 3നെ കോൾ ചെയ്തു. അപ്പോൾ നമുക്കറിയാം 7 ഗ്രേറ്റർ ദാൻ 1 ആണ്, കൺവേർട്ട് 3. ഇനി ഇതിൻ്റെ താഴെയുള്ള സെൻറ്റൻസ് നമ്മൾ എഴുതാനായിട്ട് വിട്ടുപോകരുത്. അതായത് സി ഔട്ട്, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 7 ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്നിൻ്റെ സ്ഥാനത്ത് എപ്പോഴും 7 ആണ് എഴുതേണ്ടത്. അപ്പോൾ 7 മോഡുലാർ 2. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ കൺവേർട്ട് 3നെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രോഗ്രാം ഇങ്ങനെയാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൺവേർട്ട് 7 ഇഫ് 7 ഗ്രേറ്റർ ദാൻ 1 കൺവേർട്ട് 3. അപ്പോൾ ഇതിനൊക്കെ കോൾ ചെയ്തു പോകും. അതായത് ഈ കൺവേർട്ട് 3നെ കോൾ ചെയ്യും. അതിനുശേഷം ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഏറ്റവും അവസാനമാണ് സി ഔട്ട് 7 മോഡുലാർ 2 എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് കൺവേർട്ട് 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് വീണ്ടും നമ്മൾ കൺവേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു, അവിടെ എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഇനി വീണ്ടും ആ എന്താ പറയുക, ആ കോഡിൽ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 3 കൊടുക്കണം. ഇഫ് 3 ഗ്രേറ്റർ ദാൻ 1 കൺവേർട്ട് 1, അതായത് 3/2. 3/2 എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതിനുശേഷം നമ്മൾ സി ഔട്ട് n മോഡുലാർ 2, അതായത് 3 മോഡുലാർ 2 എഴുതണം. ഇവിടെ നമുക്കറിയാം 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ വീണ്ടും അത് കൺവേർട്ട് 1നെ കോൾ ചെയ്യും. കൺവേർട്ട് 1നെ കോൾ ചെയ്തു. വീണ്ടും 1 ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഇഫ് 1 ഗ്രേറ്റർ ദാൻ 1 കൺവേർട്ട് 1/2. നമുക്കറിയാം 1 ഗ്രേറ്റർ ദാൻ 1 അല്ല. അപ്പോൾ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി അങ്ങനെ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസ്, അതായത് സി ഔട്ട് 1 മോഡുലാർ 2 എന്നുള്ള സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്തു. 1 മോഡുലാർ 2 നമുക്കറിയാം 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇനി തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതായത് ഇപ്പോൾ കൺവേർട്ട് 1 എന്ന് പറഞ്ഞുള്ള ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് സി ഔട്ട് 3 മോഡുലാർ 2. 3 മോഡുലാർ 2 നമുക്കറിയാം ഔട്ട്പുട്ട് 1 ആണ്. ഇനി വീണ്ടും അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അത് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴും ഈ ഒരു ബോക്സിൽ ഏറ്റവും താഴെയുള്ള സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്തു. അതായത് 7 മോഡുലാർ 2. 7 മോഡുലാർ 2 നമുക്കറിയാം ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഈ ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ബോക്സിൻ്റെ 1 ആണ് ഇവിടെ ആദ്യത്തെ 1 ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ 1ഉം പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ബോക്സിൻ്റെ 1ഉമാണ്. അപ്പോൾ ഇതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്.
ഇത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഈ ഒരു ടോപ്പിക്ക് ഇല്ല. ഇനി നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഭാഗമാണ്, അതായത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത്, ഫങ്ഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്കൊരു ഒരു പ്രോഗ്രാമാണ്, അതായത് യൂസിങ് എ ഫങ്ഷൻ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. അതായത് ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതണം. അത് എഴുതേണ്ടത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. പൈ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു r². r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യങ്ങളുണ്ട്, അതായത് ഹാഷ് ഇൻക്ലൂഡ് IOStream, അതുപോലെ തന്നെ യൂസിങ് നെയിം സ്പേസ് STD. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റ് മെയിൻ എഴുതണം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം, റിട്ടേൺ 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ ലോജിക്ക് ചിന്തിക്കേണ്ടത്. അതായത് ഒരു സർക്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഫംഗ്ഷനാണ്, അതായത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷനാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേഡിയസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷനിലേക്ക് നമുക്ക് റേഡിയസിനെ പാസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ആ ഫംഗ്ഷന് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റേഡിയസ് നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അതിനെ ഇൻപുട്ട് ചെയ്യണം, റേഡിയസിനെ ഇൻപുട്ട് ചെയ്യണം. എൻ്റർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ C in R. അപ്പോൾ നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എ ഫ്ലോട്ടിംഗ് നമ്പർ, അതായത് പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് വേണമെങ്കിൽ വരാം നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫ്ലോട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റേഡിയസിനെ ഇൻപുട്ട് ചെയ്യേണ്ടത് മെയിൻ ഫംഗ്ഷനിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു ഫംഗ്ഷൻ എഴുതണം. ആ ഫംഗ്ഷനിലേക്ക് റേഡിയസിനെ നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ റേഡിയസിനെ പാസ് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യലാണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതുന്നു. അപ്പോൾ void ഏരിയ ഫ്ലോട്ട് n. അതായത് ഇവിടെ എഴുതാൻ കാരണം എന്താണെങ്കിൽ void എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഒന്നിനും റിട്ടേൺ ചെയ്യുന്നില്ല. അതായത് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഔട്ട്പുട്ടൊക്കെ പ്രിൻ്റ് ചെയ്യൽ ഈ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ വെച്ച് തന്നെയാണ്. ഇത് മെയിൻ ഫംഗ്ഷനിലേക്ക് ഒന്നിനും റിട്ടേൺ ചെയ്യുന്നില്ല. ഇനി ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഫംഗ്ഷൻ്റെ പേരാണ്. ആ ഫംഗ്ഷൻ്റെ പേര് തന്നെയാണ് ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഫ്ലോട്ട് n എഴുതിയിരിക്കുന്നത് ഇവിടെ റേഡിയസിന് ആയിട്ടുള്ള ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ n-ന് ഈ r-ൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളിവിടെ എഴുതി. ഇനി അതിന് ശേഷമാണ് അതിൻ്റെ ലോജിക്ക് നമ്മൾ എഴുതേണ്ടത്. അതായത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കറിയാം n ആണ് ഇവിടെ റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ πr² ആണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 3.14 ഇൻറ്റു n ഇൻറ്റു n അങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇനി a എന്ന് പറയണത് ദാറ്റ് മേ ബി എ ഫ്ലോട്ടിംഗ് വാല്യൂ. എന്താണെങ്കിൽ ഇവിടെ ഒരു 3.14 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസറിൽ പോയിൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് a എന്ന് പറയണത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്. ഇനി നമ്മൾ ആ ഏരിയനെ പ്രിൻ്റ് ചെയ്യുന്നത് ഈ ഫംഗ്ഷനിൽ വെച്ചാണ്. അപ്പോൾ ആ പ്രിൻറ്റിങ്ങും കൂടെ നമ്മൾ ഈ ഫംഗ്ഷനിൽ എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതേണ്ടത്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് മെയിൻ സ്പേസും മെയിൻ ഫംഗ്ഷൻ്റെ ഒക്കെ സ്ട്രക്ചർ എഴുതണം. അതിനുശേഷം നമ്മൾ ആലോചിക്കണം ആ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് പാസ് ചെയ്യണം, ആ ഫംഗ്ഷൻ എന്തെല്ലാം ചെയ്യണം. അപ്പോൾ എന്താണ് പാസ് ചെയ്യേണ്ടത്? ആ പാസ് ചെയ്യുന്ന വാല്യൂവിനെ ഫസ്റ്റ് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ചെയ്യണം. ആ ഇൻപുട്ട് ചെയ്തിട്ട് ആ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ലോജിക്ക് എഴുതണം. ആ ലോജിക്ക് എഴുതി നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്, അതൊന്നും റിട്ടേൺ ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാം എഴുതുന്നത്. ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളിങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത്. ഇനി ഇതുപോലെ
ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഡിസ്പ്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് യൂസിങ് എ ഫംഗ്ഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണേണ്ടത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്. ഇനി അടുത്തത് റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ യൂസിങ് എ ഫംഗ്ഷൻ. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ യൂസിങ് എ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളത് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടണം, ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.